ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിലെ ഒരു നെയിം റിയാക്ഷനാണ് ഷ്മിഡ് റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ്റെ മെക്കാനിസവും ഒന്ന് രണ്ട് ആപ്ലിക്കേഷനും നമ്മൾ നോക്കാം. നമുക്ക് വീഡിയോയിട്ട് കിടക്കാം. ഫസ്റ്റ്, ഇൻട്രൊഡക്ഷൻ. എന്താണ് ഷ്മിഡ് റീഅറേഞ്ച്മെന്റ് നോക്കാം. ഷ്മിഡ് റീഅറേഞ്ച്മെന്റ് ഓഫ് ആൻ അസൈൽ അസിഡ് ഇന്റർമീഡിയറ്റ് അണ്ടർ അസിഡിക് കണ്ടീഷൻ ടു ഗിവ് ആൻ അമീൻ ഓർ അമൈഡ്. അസൈൽ അസൈഡ് ഇന്റർമീഡിയറ്റ് വിട്ട് വരുന്ന അസിഡിക് കണ്ടീഷനുള്ള ഒരു റീഅറേഞ്ച്മെന്റ് റിയാക്ഷനാണ് ഷ്മിഡ് റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻ. ഇതിൻ്റെ പ്രോഡക്റ്റ് അമീനോ അല്ലെങ്കിൽ അമൈഡോ ആയിരിക്കും. ആ പ്രോഡക്റ്റ് തീരുമാനിക്കുന്നത് നമ്മൾ ഏത് റിയാക്റ്റൻ്റ് ആണ് എടുക്കുന്നത് എന്നുള്ളതാണ്. അമീനാണോ അമൈഡാണോ എന്നുള്ളത് ഫൈനൽ പ്രോഡക്റ്റ് തീരുമാനിക്കുന്നത്. അതായത് കാർബണൽ ഡെറിവേറ്റീവ് ആണ്. അടുത്ത സമയത്ത് നോക്കാം. കാർബണൽ ഡെറിവേറ്റീവ് ആണ് നമ്മളിവിടെ റീഅറേഞ്ച്മെന്റ് റിയാക്ഷന് വേണ്ടി റിയാക്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആൽഡിഹൈഡ്, കീറ്റോണ്, കാർബോക്സിലിക് ആസിഡ് അങ്ങനെയുള്ളത്. അപ്പം ഈ ആൽഡിഹൈഡോ കീറ്റോണോ കാർബോക്സിലിക് ആസിഡോ ഇത് തിരഞ്ഞെടുക്കുന്നതനുസരിച്ചിരിക്കും അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് അമീനാണോ അമൈഡാണോ എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. അപ്പം ഫസ്റ്റ് റിയാക്റ്റൻ സ്പീഷീസ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഫൈനൽ പ്രോഡക്റ്റ് അമീനാണെന്നോ അല്ലെങ്കിൽ അമൈഡാണെന്നോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഏത് റിയാക്റ്റൻ സ്പീഷീസ് എടുത്താലും അസിഡിക് കണ്ടീഷനിലായിരിക്കും ഇത് നടക്കുക. കാർബോക്സിലിക് ആസിഡ് എടുത്തു കഴിഞ്ഞാലും അസിഡിക് കണ്ടീഷനിലായിരിക്കും ഈ ഷ്മിഡ് റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻ നടക്കപ്പെടുന്നത്. മെയിനായിട്ടും ഈ വീഡിയോ ഉദ്ദേശിച്ചിരിക്കുന്നത് MSc സ്റ്റുഡൻസിന് വേണ്ടിയാണ്. MScയുടെ സിലബസ് ഫോളോ ചെയ്തായിരിക്കും ആപ്ലിക്കേഷൻസും മെക്കാനിസവും പറയുന്നത്. ഈ റിയാക്ഷൻസ്, ജനറൽ റിയാക്ഷൻ ഓഫ് ഓവർവ്യൂ. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒന്നും കൂടെ പറയാവുന്നേ ഉള്ളൂ. The Schmidt rearrangement involved the conversion of acyl acid into amine or amide under acidic condition. അസിഡിക് കണ്ടീഷനിൽ അസൈൽ അസിഡ് അമീൻ അമൈഡ് ആയിട്ട് മാറും, അമീൻ അല്ലെങ്കിൽ അമൈഡ് ആയിട്ട് മാറും. പിന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം, നമ്മുടെ റിയാക്ഷൻ സ്പീഷീസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൽഡിഹൈഡോ കീറ്റോണോ കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും. എന്നാൽ ഫോം ചെയ്യുന്ന പ്രോഡക്റ്റിനകത്ത് കാർബൺ നൈട്രജൻ ബോണ്ട് ഉണ്ടായിരിക്കും. നമുക്കറിയാം ആൽഡിഹൈഡിനകത്തോ കീറ്റോണകത്തോ കാർബോക്സിലിക് ആസിഡിനകത്തോ കാർബൺ നൈട്രജൻ ബോണ്ട് കാണത്തില്ല. അപ്പം നമ്മുടെ പ്രോഡക്റ്റിനകത്ത് ഫൈനൽ പ്രോഡക്റ്റിനകത്ത് ഈ കാർബൺ നൈട്രജൻ ബോണ്ട് ഉണ്ടായിരിക്കും. നമുക്കറിയാം അമീനകത്താണെങ്കിലും അമൈഡിനകത്താണെങ്കിൽ പോലും കാർബൺ നൈട്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കാണുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 1923 KF ഷ്മിഡ് എന്ന ആളാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അയാളുടെ പേര് തന്നെയാണ് ഈ റീഅറേഞ്ച്മെന്റ് റിയാക്ഷന് കൊടുത്തിരിക്കുന്നത്. ഷ്മിഡ് റിപ്പോർട്ടഡ് ദാറ്റ് ഹീറ്റിംഗ് hydrochloric acid HN3 with benzophenone in the presence of H2SO4 to form benzanilide. ഇവിടെ നമുക്കറിയാം ഇവിടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആയിട്ട് എടുത്തിരിക്കുന്നത് ബെൻസോഫീനോൺ ആണ് അല്ലേ, കീറ്റോൺ ആണ് എടുത്തിരിക്കുന്നത്. കീറ്റോൺ H2SO4 പ്രസൻസിൽ ഹൈഡ്രോക്സിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. കിട്ടുന്ന പ്രോഡക്റ്റ് ബെൻസാനിലൈഡ് ആണ്. അതായത് അസറ്റോൺ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഡക്റ്റ് അമൈഡ് ആയിരിക്കും. ബെൻസാനിലൈഡ് എന്ന് പറയുന്ന ഒരു അമൈഡാണ്. അപ്പം കീറ്റോൺ ആണെങ്കിൽ അമൈഡ് ആയിരിക്കും പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റും അല്ലെങ്കിൽ ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്ന റിയാക്ഷനും കീറ്റോൺ ആണ് എടുത്തിരിക്കുന്നത്. കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അമൈഡ് ആയിരിക്കും. നമുക്ക് നോക്കാം, ആൽഡിഹൈഡ് എടുക്കുമ്പോൾ ഏത് പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുക, കീറ്റോൺ എടുക്കുമ്പോൾ ഏത് പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുക, കാർബോക്സിലിക് ആസിഡ് എടുക്കുമ്പോൾ ഏത് പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുക നമുക്ക് നോക്കാം. യെസ്, ദിസ് വൺ. നേരത്തെ പറഞ്ഞാൽ കീറ്റോൺ ആണെങ്കിൽ അമൈഡ്, ആൽഡിഹൈഡ് ആണെങ്കിൽ നൈട്രിൽ ഗ്രൂപ്പ് ആയിരിക്കും കിട്ടുക, കാർബോക്സിലിക് ആസിഡ് ആണെങ്കിലായിരിക്കും അമീൻ കിട്ടുക. നമ്മൾ കാർബോക്സിലിക് ആസിഡ് വെച്ചായിരിക്കും റിയാക്ഷൻ മെക്കാനിസം ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് ബെൻസോഫീനോൺ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ബെൻസോഫീനോൺ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അമൈഡാണ്. അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലായി. കാർബോക്സിലിക് ആസിഡ് എടുക്കുമ്പോൾ അമീൻ കിട്ടുന്നത് എങ്ങനെയാണെന്ന് കൂടെ നമ്മൾ മെക്കാനിസം പറയുമ്പം പറഞ്ഞു പോകാം. ഇത് മൂന്നിൽ ഏത് റിയാക്ഷൻ സ്പീഷീസ് ആണെങ്കിലും റിയാക്ഷൻ മെക്കാനിസം സെയിം തന്നെയാണ്. ബട്ട് കിട്ടുന്ന പ്രോഡക്റ്റിന് മാത്രമേ വ്യത്യാസം ഉണ്ടാകുന്നുള്ളൂ. കണ്ടീഷൻ ഫോർ റിയാക്ഷൻസ്. നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ അസിഡിക് കണ്ടീഷനിലായിരിക്കും റിയാക്ഷൻ നടക്കുക. അസിഡിക് സോൾവെന്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ ആവശ്യമില്ല, മോഡറേറ്റ് ടെമ്പറേച്ചർ മതിയായിരിക്കും. അതാണ് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ കണ്ടീഷൻ്റെ.
The Schmidt rearrangement typically requires specific conditions for optimal result. Acidic solvents are often used with a moderate temperature range. The stability of the acid reactant and the presence of catalyst can be significantly impact the outcome, driving the rearrangement efficiently and yielding higher product purity. നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റും അതുപോലെ തന്നെ റിയാക്റ്റൻ്റ് ആയിട്ടുള്ള അസൈഡും അതിൻ്റെ സ്റ്റെബിലിറ്റിയും നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റിലേക്ക് പോകുന്ന ഡ്രൈവിംഗ് ഫോഴ്സിനെ അല്ലെങ്കിൽ ഡ്രൈവിംഗ് റീഅറേഞ്ച്മെൻറ്റ് എഫിഷ്യൻസിനെ ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈനൽ പ്രോഡക്റ്റിൻ്റെ പ്യൂരിറ്റീനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് സ്റ്റെബിലിറ്റി ഓഫ് ആസിഡും അതുപോലെ തന്നെ യൂസിങ് ഓഫ് ആസിഡ് കാറ്റലിസ്റ്റും. ഈ രണ്ട് കാര്യങ്ങളും ആസിഡ് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസും ഏതാണോ ആസിഡ് കാറ്റലിസ്റ്റ് അതിൻ്റെ പ്രസൻസും അതുപോലെ തന്നെ റിയാക്റ്റൻ്റ് സ്പീഷീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിയാക്റ്റൻ്റ് റീഅറേഞ്ച്മെൻറ്റ് ചെയ്ത് കിട്ടുന്ന ആസിഡിൻ്റെ സ്റ്റെബിലിറ്റിയും ഫൈനൽ പ്രോഡക്റ്റിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്. മെക്കാനിസം നമുക്ക് നോക്കാം. ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെക്കാനിസം നോക്കുന്നത്. The mechanism being with the formation of a transition state involving the acyl acid. നമുക്കറിയാം അസൈൽ ആസിഡ് ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഫോമിംഗ് ആണ്. നമ്മുടെ ഈ ഷ്മിഡ് റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷനകത്ത് അസൈൽ ആസിഡ് ഇൻ്റർമീഡിയറ്റ് ആയിരിക്കും ഫോം ചെയ്യുക. ഈ അസൈൽ ആസിഡിൽ നിന്ന് നൈട്രജൻ ഗ്യാസ് റിലീസ് ചെയ്യുന്നു. ഈ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇത് റീഅറേഞ്ച്മെൻറ്റ് നടക്കുന്നു. അതിനുശേഷം കിട്ടുന്ന ഒരു അനദർ ഇൻ്റർമീഡിയറ്റ് ആണ് ഐസോസയനേറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അസൈൽ ആസിഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അസൈൽ ആസിഡിൽ നിന്ന് നൈട്രജൻ ഗ്യാസ് എലിമിനേറ്റ് ചെയ്തിട്ട് ഇതൊരു റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷൻ നടക്കും. ഈ റീഅറേഞ്ച്മെൻറ്റ് ചെയ്തതിനു ശേഷം കിട്ടുന്ന ഇൻ്റർമീഡിയറ്റ് ആണ് ഐസോസയനേറ്റ്. ഈ ഐസോസയനേറ്റിനെ ഹൈഡ്രോളിസ് ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റ് ആയിരിക്കും ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. ഫൈനൽ പ്രോഡക്റ്റ് അങ്ങനെയല്ല. അതിനുശേഷം കാർബൺ ഡയോക്സൈഡ് എലിമിനേറ്റ് ചെയ്യുന്നു. ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കറസ്പോണ്ടിങ് പ്രോഡക്റ്റ് കിട്ടുന്നു. ഇപ്പോൾ കാർബൺ ഡയോക്സൈഡ് എലിമിനേറ്റ് ചെയ്യുന്ന കാര്യം പറയാൻ കാരണം നമ്മളിവിടെ മെക്കാനിസം എടുക്കുന്നത് കാർബോക്സിലിക് ആസിഡ് ആണ് നമ്മൾ റിയാക്ടൻറ്റ് സ്പീഷീസ് ആയിട്ട് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കാർബൺ ഡയോക്സൈഡ് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കാർബൺ ഡയോക്സൈഡ് എലിമിനേറ്റ് ചെയ്ത് പോയതിനു ശേഷമായിരിക്കും ഫൈനൽ പ്രോഡക്റ്റ് കിട്ടുക എന്ന് പറയുന്നത്. ഓർക്കുക, ട്രാൻസിഷൻ സ്റ്റേറ്റ് ആയിട്ടുള്ള അസൈൽ ആസിഡിൽ നിന്ന് നൈട്രജൻ ഗ്യാസ് എലിമിനേറ്റ് ചെയ്ത് പോകുന്നു. നൈട്രജൻ ഗ്യാസ് എലിമിനേറ്റ് ചെയ്തതിനു ശേഷം ഇത് റീഅറേഞ്ച്മെൻറ്റ് ചെയ്ത് ഐസോസയനേറ്റ് ആയിട്ടുള്ള ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നു. ഈ ഐസോസയനേറ്റിലേക്ക് ഹൈഡ്രോളിസിസ് നടക്കുന്നു. കാർബൺ ഡയോക്സൈഡ് എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടുന്നു. ഇതാണ് റിയാക്ഷൻ മെക്കാനിസം. ഈ മെക്കാനിസം നമുക്ക് നോക്കാം. നമ്മളുടെ മെക്കാനിസം ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് കാർബോക്സിലിക് ആസിഡ് ആണ്. കാർബൺ ഡബിൾ ബോണ്ട് ഓഫ് OH in presence of acid catalyst. ഈ H+നെ ഓക്സിജന്റെ ലോൺ പെയർ അക്സെപ്റ്റ് ചെയ്തിട്ട് O+ ആയിട്ട് മാറുന്നു. കാർബൺ H+OH. പോസിറ്റീവ് ചാർജിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പം ആ പോസിറ്റീവ് ചാർജ് കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. OH കാർബണിൽ പോസിറ്റീവ് ചാർജ്. ഇനി ഇതിലേക്കായിരിക്കും HN3 സ്പീഷീസ് റിയാക്ട് ചെയ്യുന്നത്. N3 ഇവിടെ ട്രിപ്പിൾ ബോണ്ട്. ഈ നൈട്രജന് പോസിറ്റീവ് ചാർജും ഈ നൈട്രജന് നെഗറ്റീവ് ചാർജും. ഈ നെഗറ്റീവ് ചാർജുള്ള നൈട്രജൻ കാർബണിലേക്ക് ബോണ്ടിങ്, പോസിറ്റീവ് ചാർജുള്ള കാർബണിലേക്ക് ബോണ്ടിങ് ചെയ്യുന്നു. കിട്ടുന്ന പ്രോഡക്റ്റ് ഇൻ്റർമീഡിയറ്റ് കാർബൺ OH NH N ട്രിപ്പിൾ ബോണ്ട് N പോസിറ്റീവ് ചാർജ്. ഇവിടെ ഈ നൈട്രജനുള്ള ഹൈഡ്രജന്റെ ഈ ബോണ്ട് കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് കാർബൺ നൈട്രജൻ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുകയും ഈ H+ ആയിട്ടും ഇവിടുത്തെ രണ്ട് OH ഉള്ളതിലെ ഒരു OH മൈനസ് ആയിട്ടും എലിമിനേറ്റ് ചെയ്ത് പോകും. അതായത് വാട്ടർ ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് പോകും. അപ്പം റിമൂവൽ ഓഫ് വാട്ടർ മൈനസ് H2O കിട്ടുന്ന ഇന്റർമീഡിയറ്റ് കാർബൺ OH
കാർബൺ നൈട്രജൻ ഡബിൾ ബോണ്ട് N പോസിറ്റീവ് ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട്. ഇതാണ് അസൈൽ ആസിഡ്. ഇവിടുന്ന് നൈട്രജൻ എലിമിനേറ്റ് ചെയ്ത് പോയിട്ടാണ് അടുത്ത ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഐസോസൈനേറ്റ് ഫോം ചെയ്യുന്നത്. അത് നമുക്ക് നോക്കാം. നൈട്രജൻ എലിമിനേറ്റ് ചെയ്ത് മാത്രമല്ല ചെയ്യുക, അവിടെ ഒരു റീഅറേഞ്ച്മെന്റ് കൂടെ നടക്കും. അത് നോക്കാം. മൈനസ് നൈട്രജൻ ഗ്യാസ് N2 ഗ്യാസ് കിട്ടുന്നത് R കാർബൺ OH ഡബിൾ ബോണ്ട് N. ഇവിടെ ഒരു ടോട്ടോമറൈസേഷൻ നടക്കാം. ടോട്ടോമറൈസേഷൻ നടക്കുമ്പോഴത്തേക്കും R കാർബൺ ഡബിൾ ബോണ്ട് O NH. ആക്ച്വലി ഇതാണ് ശരിക്കും പറഞ്ഞാൽ അസൈൽ ആസിഡ് എന്ന് പറയുന്നത്. ഇത് ടോട്ടോമറൈസേഷൻ ഫോം ആണ് താഴെ എഴുതിയിരിക്കുന്നത്. കാർബൺ നൈട്രജൻ ഡബിൾ ബോണ്ട് വരുന്നത്. അതിൽ നല്ലത് ഇതായിരിക്കും നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ടുള്ള NH ഗ്രൂപ്പുള്ള ഈ ഗ്രൂപ്പിനെയാണ് അസൈഡായിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. മാത്രമല്ല ഇവിടെ ഒരു ബോണ്ട് കുറവാണ്, അതുകൊണ്ട് തന്നെ ലോൺ പെയർ ഇവിടെ പ്രസന്റ് ഉണ്ട്. ഒരു പോസിറ്റീവ് ചാർജും ഉണ്ടായിരിക്കും. ഇവിടെ ഒരു റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻ നടക്കും. R കാർബൺ ഡബിൾ ബോണ്ട് O NH പോസിറ്റീവ്. ഇവിടുത്തെ R ഗ്രൂപ്പ് കാർബണിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് നൈട്രജനിലേക്ക് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ Hന്റെ ബോണ്ട് കാർബൺ നൈട്രജൻ ഡബിൾ ബോണ്ട് ആവുകയും ചെയ്തിട്ട് H+ ആയിട്ട് എലിമിനേറ്റ് ചെയ്തു. അതായത് ഫസ്റ്റ് സ്റ്റെപ്പിൽ H+ ആഡ് ചെയ്തു. ഇവിടെ H+ ആഡ് ചെയ്തു ആസിഡിക് കാറ്റലിസ്റ്റ്. ഈ സ്റ്റെപ്പിൽ H+ റീപ്ലേസ് ചെയ്തു അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്തു. കാറ്റലിസ്റ്റ് തിരിച്ചു കൊടുക്കപ്പെട്ടു. അപ്പം കിട്ടുന്ന ഇന്റർമീഡിയറ്റ് ആണ് ഓക്സിജൻ ഡബിൾ ബോണ്ട് കാർബൺ ഡബിൾ ബോണ്ട് NR. ഇതായിരിക്കും ഐസോസൈനേറ്റ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഐസോസൈനേറ്റിനകത്തേക്ക് വാട്ടർ ആഡ് ചെയ്യുന്നു. വാട്ടർ ആഡ് ചെയ്യുമ്പോഴത്തേക്കും OH മൈനസും H+ ആയിട്ട് മാറുന്നു. OH- കാർബണിലേക്കും H+ നൈട്രജനിലേക്കും ബോണ്ട് ഫോം ചെയ്യും. അപ്പം കിട്ടുന്നത് ഓക്സിജൻ ഡബിൾ ബോണ്ട് കാർബൺ OH കാർബൺ നൈട്രജൻ സിംഗിൾ ബോണ്ട് HR. ഇതായിരിക്കും നമ്മുടെ പ്രോഡക്റ്റ്. ഇവിടെ നിന്ന് നമ്മൾ എന്ത് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ആദ്യം പറഞ്ഞ പോലെ തന്നെ കാർബോക്സിലിക് ആസിഡ് ആണ് ഇവിടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആയിട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഫൈനൽ പ്രോഡക്റ്റിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് CO2 എലിമിനേറ്റ് ചെയ്ത് പോകുന്നു. ഈ ഓക്സിജൻ എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് RNH2 അമീൻ ആയിരിക്കും കിട്ടുക. ദിസ് ഈസ് ദ മെക്കാനിസം. ഇവിടെ ആൽഡിഹൈഡോ കീറ്റോണോ എടുത്താലും സെയിം റിയാക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ റിയാക്ഷൻ മെക്കാനിസമാണ് ചെയ്യുന്നത്. കിട്ടുന്ന പ്രോഡക്റ്റിന് മാത്രമേ വ്യത്യാസം ഉണ്ടാകുന്നുള്ളൂ. കീ റിയാക്ടന്റ് ഇൻവോൾവ്സ്. മെയിൻ റിയാക്ടൻസ് ഇൻക്ലൂഡ് അസൈൽ ആസിഡ് ആണ് മെയിൻ ആയിട്ടുള്ള ഇന്റർമീഡിയറ്റ്. ആന്റിസ്യൂട്ടർ സോൾവെന്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആസിഡ് കാറ്റലിസ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം കാറ്റലിസ്റ്റിന്റെ ഇഫക്റ്റും അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി ഓഫ് അസൈൽ ആസിഡിന്റെയും ഇമ്പോർട്ടൻസ് എന്താണെന്ന് നേരത്തെ കണ്ടായിരുന്നു. ഫൈനൽ പ്രോഡക്റ്റിന്റെ പ്യൂരിറ്റിയെ ഈ രണ്ട് കാര്യങ്ങളും വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡിങ് ദ ക്യാരക്ടർ ഓഫ് ദി അസൈൽ ആസിഡ് ആൻഡ് ഇറ്റ്സ് സ്റ്റെബിലിറ്റി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. Various factors can influence the mechanisms but rearrangement. This includes nature of substituents of the acid. നേരത്തെ പറഞ്ഞ ആസിഡിന്റെ സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ സോൾവെന്റിന്റെ പോളാരിറ്റി, ടെമ്പറേച്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞു മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതിൻ്റെ കാറ്റലിസ്റ്റിന്റെ പ്രസൻസും. Each factor can alter the stability of intermediates or the transition state, thus affecting yield and reaction rate. A comprehensive understanding allows for better experimental design. അത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒരു സെന്റൻസ് ആക്കി എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. സ്റ്റെബിലിറ്റി ഓഫ് ഇന്റർമീഡിയറ്റും അല്ലെങ്കിൽ ട്രാൻസിഷൻ സ്റ്റേറ്റിന്റെ സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ കാറ്റലിസ്റ്റിന്റെ ഇഫക്റ്റ് രണ്ടും റിയാക്ഷൻ റേറ്റിനെയും അതുപോലെ തന്നെ പ്രോഡക്റ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആപ്ലിക്കേഷൻസ് നമുക്കറിയാം. ഒരു
ഞാൻ എടുക്കുന്ന എല്ലാ വീഡിയോസിനകത്തും ഓർഗാനിക്കിൻ്റെ എല്ലാ നെയിം റിയാക്ഷനകത്തും 1-2 ആപ്ലിക്കേഷൻസ് പറഞ്ഞു തന്നെ പോകുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ആപ്ലിക്കേഷനായിട്ട് പറയേണ്ടത് സിന്തസിസ് ഓഫ് കാപ്രോലാറ്റം. നമുക്കറിയാം കാപ്രോലാറ്റം എന്ന് പറയുന്നത് ഒരു കാപ്രോലാറ്റം നൈലോൺ 6ന്റെ മോണോമറാണ്. അപ്പോൾ അവൻ സിന്തസിസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സൈക്ലോഹെക്സനോൺ നമുക്കറിയാം ഇതൊരു കീറ്റോൺ ആണ്. കീറ്റോൺ ഷ്മിഡ് റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻ നടക്കുന്നത് കഴിയുമ്പോഴത്തേക്കും കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അമൈഡ് ആണ് അല്ലെ. കാപ്രോലാക്റ്റ് എന്ന് പറയുന്ന ഒരു സൈക്ലിക് അമൈഡ് ആണ്. N3H കോൺസെൻട്രേറ്റഡ് HCl കിട്ടുന്ന പ്രോഡക്റ്റ് N ഡബിൾ ബോണ്ടോ കാപ്രോലാക്റ്റ്. 1 2 3 4 5 6 7 7 ആറ്റംസ് ഉള്ള സൈക്ലിക് ആയിട്ടുള്ള ഒരു സൈക്ലിക് അമൈഡാണ് കാപ്രോലാക്റ്റ് എന്ന് പറയുന്നത്. ഇതായിരിക്കും നൈലോൺ 6ന്റെ മോണോമറായിട്ട് ഇവിടെ അല്ലെങ്കിൽ മോണോമറായിട്ട് വരുന്നത്. നൈലോൺ 6ന്റെ വേറെയാണ് നൈലോൺ 6ന്റെ മോണോമറായിട്ട് കാപ്രോലാക്റ്റം വരുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു ആപ്ലിക്കേഷനാണ് കൺവേർഷൻ ഓഫ് 3,5-ഡൈനൈട്രോബെൻസോയിക് ആസിഡിൽ നിന്ന് 3,5-ഡൈനൈട്രോ അനിലിൻ സിന്തസിസ് ചെയ്യുന്നത്. ബെൻസോയിക് ആസിഡ് 3N2,5N2 ഇതാണ് 3,5-ഡൈനൈട്രോബെൻസോയിക് ആസിഡ്. N3H H2SO4 കിട്ടുന്ന പ്രോഡക്റ്റ് അനിലിനായിരിക്കണം. നമുക്കറിയാം ഇത് കാർബോക്സിലിക് ആസിഡാണ്. കാർബോക്സിലിക് ആസിഡിനെ റീഅറേഞ്ച്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് അമീനായിരിക്കും. NH2 അനിലീനാണ്. അപ്പം NO2 3,5-ഡൈനൈട്രോ അനിലിൻ. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാപ്രോലാക്റ്റം സിന്തസിസ് ചെയ്യാനുള്ളത്. അത് എന്തായാലും ഓർത്തു വെക്കുക. ജനറൽ ഫീച്ചേഴ്സ്, നമ്മുടെ റിയാക്ഷൻ മെക്കാനിസത്തിൻ്റെ കാര്യങ്ങൾ ഓരോ പോയിന്റ് ആയിട്ട് എഴുതിയിരിക്കുന്നതാണ്. അത് നിങ്ങൾ വായിച്ച് നോക്കുക. റിയാക്ഷൻ കണ്ടീഷൻസ് മൈൽഡ് ആയിരിക്കണം. അമീൻ പ്രോഡക്റ്റ് ആയിട്ട് വരുമ്പോൾ ഒരു കാർബൺ ഷോർട്ട് ആയിരിക്കണം, കാരണം കാർബൺ ഡയോക്സൈഡ് അവിടെ എലിമിനേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ആരോമാറ്റിക് ആസിഡ് വിത്ത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് റിക്വയർഡ് യൂസ് ഓഫ് വെരി സ്ട്രോങ് ആസിഡ് കാറ്റലിസ്റ്റ്. ആരോമാറ്റിക് ആയിട്ടുള്ള ആസിഡ് ആണെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ സ്ട്രോങ് ആസിഡ് ആയിരിക്കും ഉണ്ടായിരിക്കേണ്ടത്. അത് നമ്മൾ ലാസ്റ്റത്തെ ആപ്ലിക്കേഷൻ നോക്കിയപ്പോഴത്തേക്ക് നോക്കുക. ആസിഡാണ്, ആരോമാറ്റിക് ആസിഡാണ്, 2 ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ് ഉള്ളത്. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് H2SO4 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ ആൽഫ അമിനോ ആസിഡ്സ് ഡു നോട്ട് റിയാക്ട്. അമിനോ ആസിഡ്സ് റിയാക്ട് ചെയ്തിട്ടില്ല. ആൽഫ അമിനോ ആസിഡ് ഡു നോട്ട് റിയാക്ട്. ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കാർബോക്സിലിക് ആസിഡ് ആർ നോട്ട് ഗുഡ് സബ്സ്ട്രേറ്റ്. അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കാർബോക്സിലിക് ആസിഡ് അവിടെ യൂസ് ചെയ്യപ്പെടുന്നില്ല. അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് ഉള്ള ആസിഡോ കീറ്റോൺസോ അല്ലെങ്കിൽ ആൽഡിഹൈഡ്സോ ഗുഡ് സബ്സ്ട്രേറ്റ് ആയിട്ട് യൂസ് ചെയ്യപ്പെടുന്നില്ല. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ആർ റിയാക്ട് വിത്ത് ഹൈഡ്രോക്സിക് ആസിഡ് ഫാസ്റ്റർ ദാൻ കാർബോക്സിലിക് ആസിഡ്. നമ്മൾ ആദ്യം റിയാക്ട് ചെയ്യപ്പെട്ട, അതായത് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കീറ്റോൺസിലാണ്. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. ആൽഡിഹൈഡ്സും കീറ്റോൺസും ആയിരിക്കും കാർബോക്സിലിക് ആസിഡിനെക്കാളും ഫാസ്റ്റായിട്ട് റിയാക്ട് ചെയ്യുന്നത്. സൈക്ലിക് കീറ്റോൺ അണ്ടർ ദി റിംഗ് എൻലാർജ്മെൻറ്റ് ഫ്രം സൈക്ലിക് അമൈഡ്. നമ്മൾ കാപ്രോലാക്റ്റത്തിൻ്റെ കാര്യം കണ്ടതാണ്. സൈക്ലോഹെക്സനോൺ കൺവേർട്ടഡ് ടു കാപ്രോലാക്റ്റം. 7 റിങ്ങുള്ള കാപ്രോലാക്റ്റം ഫോം ചെയ്തു. കൺക്ലൂഷൻസ്. താങ്ക് യു.